നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന കേരള വിഷൻ്റെ നാട്ടുപോര് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം തിരൂരിലാണ് നിൽക്കുന്നത്. തിരൂർ നിയോജക മണ്ഡലത്തിൽ ആരെയാണ് നിയമസഭയിലേക്ക് MLA ആയി എത്തിക്കേണ്ടത് എന്ന്, ഇവിടുത്തെ ജനമനസ്സുകളിൽ എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ളത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നാട്ടുപോരിലേക്ക് സ്വാഗതം. തിരൂർ നഗരസഭ ഒരു പ്രാവശ്യം LDF 2006 ജയിച്ചതൊഴിച്ചാൽ ബാക്കി സമയം നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ UDFനായിരുന്നു ഇവിടെ ജയമുണ്ടായിരുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. ഇനി ഈ തിരൂരിൻ്റെ മനസ്സ് ആരോടൊപ്പമാണ്, ആരെയാണ് തിരൂരിൽ നിന്ന് MLA ആയി നഗരസഭയിലേക്ക് അയക്കുന്നത് എന്ന് ജനങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത്, ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതികൾ, നിയമസഭയിലേക്ക് പോകുന്ന MLA സംബന്ധിച്ച് ഇവിടെ ഈ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാം പങ്കെടുത്തിട്ടുണ്ട്, വികസനങ്ങൾ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്, നടന്നുകൊണ്ടിരിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും, അതുപോലെ ഭരണത്തിൻ്റെ വിലയിരുത്തലുകൾ എല്ലാം രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇവിടെ നമ്മൾ മനസ്സ് തുറക്കുകയാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മൾ സംസാരിക്കുന്നത്, ഇവിടെ UDFൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് ശ്രീ വെട്ടം ആലുക്കോയാണ്, LDFൻ്റെ പ്രതിനിധി ശ്രീ അഡ്വക്കേറ്റ് S ഗിരീഷ്, അതുപോലെ BJPയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ ഉള്ളത് പ്രദീപ് കുമാർ. ഇങ്ങനെ 3 പേരാണ് ഇവിടെ ഉള്ളത്. 3 പേരെയും ഈ പരിപാടിയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വോട്ടേഴ്സിനെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആദ്യമായിട്ട് UDFൻ്റെ പ്രതിനിധിയോട് ചോദിക്കാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. LDFൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് UDF ഇവിടെ വിജയിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടോ? നമ്മുടെ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ സംവദിച്ച ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ശ്രദ്ധേയമായ പ്രവർത്തനം ഇന്നും നമ്മുടെ മനസ്സുകളിലൊക്കെയുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ തിരൂർ അസംബ്ലി മണ്ഡലത്തിലുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് UDFന് 46,000 വോട്ടുകളാണ്. ആ സമയത്ത് നേരത്തെ 2 പഞ്ചായത്തുകൾ, തലക്കാടും വെട്ടവും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലായിരുന്നു. UDFന് നഷ്ടപ്പെട്ട പഞ്ചായത്തായിരുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 6 സീറ്റാണ് UDFനുണ്ടായിരുന്നത്. വെട്ടം ഗ്രാമപഞ്ചായത്തിലും 5 സീറ്റാണ് ഉണ്ടായിരുന്നത്. മുനിസിപ്പാലിറ്റിയിൽ 18 കൗൺസിലർമാരാണ് ഉണ്ടായത്. ഇന്ന് ഇവിടങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചാൽ മുനിസിപ്പാലിറ്റിയിൽ 31 സീറ്റുണ്ട്. തലക്കാട് പഞ്ചായത്ത് ഭരിക്കാനുള്ള അത്രയും സീറ്റ് കിട്ടി. തിരൂർ ബ്ലോക്കിൽ 2-ൽ നിന്ന് 15 സീറ്റുണ്ടായി, 17-ൽ നിന്ന് 15 സീറ്റുണ്ടായി. ഈ തിരൂർ അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ ജില്ലാ പഞ്ചായത്തുകളും UDF ജയിച്ചു. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തും UDF ജയിച്ചു. തിരൂർ മണ്ഡലം ഉൾക്കൊള്ളുന്ന കുറ്റിപ്പുറം ബ്ലോക്കിൽ പ്രതിപക്ഷം തന്നെയില്ല. അപ്പോൾ ആ സാഹചര്യങ്ങൾ, അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒട്ടും മാറിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ UDFന് വോട്ട് ചെയ്യാൻ ആധാരമായത് അതിലൊരു കുറവുമില്ലാതെ ഇവിടെ നിൽക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, UDFനെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചൊരു വികാരം എന്ന് പറയുന്നത്, ഈ നാട് എല്ലാം നഷ്ടപ്പെടുന്നു എന്നൊരു ബോധ്യത്തിൽ നാട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭരണകൂട സംവിധാനം കൂടുതൽ അവരുടെ സംവിധാനം ദുർബലമാവുകയും മറ്റു പല ശക്തികൾക്കും കയറി വരാൻ സാധ്യമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തതോടുകൂടി വോട്ട് ചെയ്തവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കൽ പോലും UDFനെ മറക്കാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് തന്നെയാണ് ആത്മവിശ്വാസത്തിനാണ് UDFൻ്റെ പ്രതിനിധി പറയുന്നത്. എന്താണ് LDFന് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? UDFൻ്റെ പ്രതിനിധിയുടെ ആത്മവിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ. ഈ 3 തെരഞ്ഞെടുപ്പാണ് നമ്മളെ നാട്ടിലുള്ളത്. അതിന് 3നും 3 പാറ്റേണാണ്. 2019 തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റിലും 19 സീറ്റിലും UDF ജയിച്ചു. പക്ഷേ അതിനുശേഷം 21-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 81 സീറ്റ് ഉണ്ടായിരുന്നത് 18 സീറ്റ് വർദ്ധിപ്പിച്ച് 99 സീറ്റാക്കിയിട്ട് അധികാരത്തിൽ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ തെരഞ്ഞെടുപ്പിനും അതിൻ്റേതായ സ്ഥിതിയുണ്ട്. ആ സ്ഥിതി വിവര കണക്കുകളിലേക്ക് നമുക്ക് പോകണ്ട. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന്, കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളുമാണ്. രണ്ടാമത്തെ കാര്യം,
ഇവിടെ മത്സരിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാൻ അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാടിൻ്റെ വികസന കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ആ വി അബ്ദുറഹിമാൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റായിട്ട് ഞങ്ങൾ കരുതുന്നത്. മൂന്നാമത്തെ വിഷയം ഈ തിരൂർ മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥയാണ്. ആ പിന്നോക്കാവസ്ഥയ്ക്ക് യാതൊരു പരിഹാരവും കാണാൻ MLA തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനോടകം ചർച്ചയായിട്ടുണ്ട്. മലപ്പുറം ജില്ലക്കകത്തുള്ള മറ്റ് പല മണ്ഡലങ്ങൾക്കകത്തും UDFൻ്റെ MLAമാർ തന്നെ പറയുന്നത് വലിയ നേട്ടങ്ങൾ 2500 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പാകെ ആരവതരിപ്പിക്കുന്നത്? PK ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ MLA അവതരിപ്പിക്കുന്നത്. സമാനമായ രീതിയിൽ 1000 കോടി രൂപയിലധികം വരുന്ന വികസന പദ്ധതിയാണ് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിച്ച് ആബിദ് ഹുസൈൻ MLA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തിരൂരിൽ എന്ത് അവതരിപ്പിക്കാൻ സാധിച്ചു? കുറുക്കോളി മൊയ്തീൻ എന്ന് പറയുന്ന MLA ഈ തിരൂർ മണ്ഡലത്തിന് വേണ്ടി എന്തു ചെയ്തു? ഇതാണ് തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം. അല്ലാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടായി, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തുണ്ടായി, അത് വേറെ പാറ്റേൺ. ഇപ്പോഴത്തെ സ്ഥിതി കറന്റ് പൊസിഷനിലേക്ക് നിങ്ങൾ വരൂ. അതെ അതെ, NDAക്ക് എന്താണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്? വളരെ ചുരുക്കി പറയൂ. NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസനം എന്ന ഒരൊറ്റ മുദ്രാവാക്യത്തോടു കൂടിയാണ്. മാറാത്തത് ഇനി മാറും. ഇതാണ് BJP NDA സഖ്യം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ, ജനോപകാരപ്രദമായ പദ്ധതികൾ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ട് അഭ്യസ്തവിദ്യരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ ഇടയിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാട്, വികസനം എന്നൊരു കാഴ്ചപ്പാടുണ്ട്. കക്ഷി രാഷ്ട്രീയങ്ങൾക്കെല്ലാം അതീതമായിക്കൊണ്ട് പൊതുസമൂഹം ഇന്ന് ആഗ്രഹിക്കുന്നത് തൻ്റെ നാടിൻ്റെ വികസനമാണ്, തങ്ങൾക്കുള്ള വികസനമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമൂഹം, തിരൂരിലെ സമൂഹം കൃത്യമായിട്ട് വിചിന്തനം ചെയ്യുന്നുണ്ട് ആരെയാണ് ജയിപ്പിക്കേണ്ടത്. ഇവിടെ നിന്ന് ജയിച്ചു പോയ ഈ നിയോജക മണ്ഡലം ഉണ്ടായി ഇത്ര കാലമായിട്ട് ആദ്യമായി ഒരു LDF ഒരു MLA വന്നു. അതിനപ്പുറം പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിൻ്റെ കയ്യിലാണ്. അവർ വിലയിരുത്തുന്നുണ്ട് ഈ മണ്ഡലത്തിൽ എന്ത് വികസനമാണ് ഉണ്ടായിട്ടുള്ളത്, ഇവിടുത്തെ കേരള ഗവൺമെൻറ് എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഇത് രണ്ടിനെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇതിന് ബദലായി ഇനി ഈ മേഖലയിൽ വികസനം കൊണ്ടുവരാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ആ ഗവൺമെൻറ്റിന് കൃത്യമായ ശക്തി പകർന്നെങ്കിൽ മാത്രമേ, ആ കൈകൾക്ക് കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ തിരൂരിൽ വികസനം ഉണ്ടാകൂ. ഈ കാഴ്ചപ്പാട് കക്ഷി രാഷ്ട്രീയങ്ങൾക്കെല്ലാം അതീതമായിക്കൊണ്ട്, ജാതി മത വർഗ വർണ്ണ ചിന്തനകൾക്കെല്ലാം അതീതമായി ഇവിടുത്തെ ജനത ചിന്തിക്കുന്നുണ്ട്. അവരതിനനുസരിച്ച് വോട്ട് ചെയ്യും. ഇതാണ് NDAക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക? വികസനത്തിൽ എന്തെങ്കിലും ഈ തിരൂർ നഗരത്തിന് വികസനം കൊതിക്കുന്നില്ലേ തിരൂർ നഗരം? തിരൂരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ശ്രദ്ധേയമായ അസംബ്ലി മണ്ഡലമാണ്. തിരൂർ നമുക്കറിയാമല്ലോ, മലയാള ഭാഷാപിതാവിൻ്റെ മണ്ണാണ്. സ്വാഭാവികമായും തിരൂരിൻ്റെ എല്ലാ വികസനത്തോടും ഒരു സാംസ്കാരിക ടച്ച് ഉണ്ടാവും. ഇത്തരം തിരൂരിലെ വികസനത്തിന് നേതൃത്വം നൽകിയത് എല്ലാ കാലത്തും UDFൻ്റെ ആളുകളാണ്. മലയാള സർവകലാശാല വന്നു. അത് ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റാണ്. മലയാളികൾ ലോകമെത്ത് എല്ലായിടത്തുമുണ്ട്. എല്ലാ മലയാളികൾക്കായിട്ടുള്ളത് ഒരു സർവകലാശാലയാണ്. ആ സർവകലാശാല ഒരു സർക്കാർ നയമായി സ്വീകരിച്ച് യഥാസമയം നമ്മൾ കണ്ടല്ലോ, തിരൂരിൽ 10,000-കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തത് നമ്മൾ കണ്ടതാണ്. മറ്റൊന്ന്, നമ്മുടെ ഭരണസമയത്താണ് ഈ റബ്ബറൈസ്ഡ് റോഡുകൾ എന്ന് പറയുന്ന സംവിധാനം. നമ്മുടെ ഈ തിരൂരിലും മലബാറിലൊക്കെ അത് എത്തിയത് UDFൻ്റെ ഭരണസമയത്താണ്. അതിലൊന്നും ആർക്കൊരു തർക്കമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഇബ്രാഹിം കുഞ്ഞ് അന്ന് മന്ത്രിയായിരുന്ന സമയത്ത് വൺ ടൈം സെറ്റിൽമെൻറ്റ് PWD നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ എത്രയോ റോഡുകൾ അന്ന് റബ്ബറൈസ്ഡ് ചെയ്തത് ആ സംവിധാനമായിട്ടാണ്. നമ്മുടെ കുടിവെള്ള പദ്ധതി നമുക്കറിയാം. നമ്മുടെ കടുങ്ങാത്തുണ്ട് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സ്റ്റോക്ക് ചെയ്യാവുന്ന ടാങ്ക് ഉണ്ടാക്കി 33,000-ഓളം വരുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു എന്നത് വലിയ നേട്ടം തന്നെയാണ്.
ഞാൻ പറയുന്നത് പിന്നെ ഇവിടുത്തെ ഉണ്ടായിരുന്ന വെച്ച് നമുക്കല്ല, ഇവിടുത്തെ നമ്മുടെ ബ്രിഡ്ജിന് സമാന്തരമായ പാലം, നമ്മുടെ ബൈപ്പാസിന് സമാന്തരമായ പാലം, ആ പാലങ്ങളൊക്കെ UDFൻ്റെ സമയത്താണ് വന്നത്. അത് പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന ആളുകളൊക്കെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ കുറച്ചും കൂടി വേഗത്തിൽ അത് ചെയ്യാമായിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഒറ്റ മിനിറ്റ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഗിരീഷ് പറഞ്ഞു, വോട്ട് ചെയ്ത ആളുകൾ എല്ലാ സമയത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വർഷങ്ങൾ കഴിയും. നമ്മൾ പറയും, നാടന്മാർ പറയും ആലും പൂലൊക്കെ അടങ്ങിയെന്ന്. ഇത് ആലും പൂലും അടങ്ങിയിട്ടില്ല. വോട്ട് ചെയ്ത മനുഷ്യൻ്റെ വിചാരങ്ങൾ ഇന്ന് അലയടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അത് ശരിയായിരിക്കും, നേരത്തെ ഉള്ളത് ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്, ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി അന്നത്തെ എന്താണോ വോട്ട് ചെയ്യാൻ അവർക്ക് പ്രേരകമായത് ആ കാര്യകാരണങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ ഒന്ന്, കുറുക്കോളി മൊയ്തീൻ വികസനം നടത്തിയില്ല എന്ന് പറയുന്നത്, വികസനത്തിൻ്റെ ഒരു കാര്യത്തിൽ കുറുക്കോളിയുടെ ഒരു അശ്രദ്ധ. കുറുക്കോളി എങ്ങനെയാണ് വികസനം കൊണ്ടുവന്നത്? കുറുക്കോളി മൊയ്തീൻ തിരൂർ തുഞ്ചൻ പറമ്പിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി, എല്ലാ പാർട്ടികളെയും വിളിച്ചു വരുത്തി, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി, രാഷ്ട്രീയമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി. എന്നിട്ട് നമ്മുടെ മണ്ഡലത്തിലെ പദ്ധതികൾ എന്താവണം, അതിന് പ്രയോറിറ്റി എന്താണെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു ദിവസമാണ് തുഞ്ചൻ പറമ്പിലിരുന്നത്. അങ്ങനെ എല്ലാവരുടെയും ചർച്ചകൾ ക്രോഡീകരിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ എന്ന കണക്കിൽ അത് കൊണ്ടുവന്ന് അതിൻ്റെ പ്രയോറിറ്റി കണക്കി അത് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കെട്ടിടം 78 കോടി രൂപയോളം വരണം അതിന്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒക്കെ തടസ്സങ്ങൾ എന്താണെന്നൊന്നും ഞാനൊരു പരിധി വിട്ട് പറയുന്ന ആളായതുകൊണ്ട് അതൊന്നും ഞാൻ പറയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് മറ്റു തർക്കത്തിലേക്ക് ഞാനില്ല. ഒന്ന്, ഈ നിഷ്കളങ്കനായ കുറുക്കോളി നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ പൊതുജീവിത രാഷ്ട്രീയത്തിൽ കളങ്കമില്ല മനുഷ്യൻ്റെ കയ്യിൽ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ അദ്ദേഹത്തെ തേടി നമ്മുടെ നഗരത്തിലെ ഇപ്പൊ ഗതാഗത കുരുക്കിനെ സംബന്ധിച്ച് ഒന്നും ഒരു പരിഹാരവും കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഗതാഗത പൊന്മുണ്ടം ബൈപ്പാസ് അതേപോലെ കിടക്കുകയാണ്. ഈ ഗതാഗത കുരുക്ക് 2 ബൈപ്പാസ് റിംഗ് റോഡും വന്നത് ഇപ്പോൾ UDF ഭരിക്കുന്ന സന്ദർഭത്തിലാണ്. ഇപ്പോഴുള്ള ബൈപ്പാസ് ഇവിടെയുള്ള റിംഗ് റോഡാവട്ടെ മറ്റേ റോഡാവട്ടെ, പിന്നെ നമ്മൾ ഫ്ലൈ ഓവറിന് വേണ്ടി നമ്മൾ വന്നിരുന്നു. ഫ്ലൈ ഓവറിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ നിലവിലുള്ള സർക്കാർ കൊണ്ടുവരുന്ന ഫ്ലൈ ഓവർ നിർമ്മിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ റോഡ് കൂടുതൽ പ്രയാസപ്പെടും. അങ്ങനെ എല്ലാവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് അത് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റണം എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാം. മറ്റു കാര്യം ഗിരീഷ് പറഞ്ഞതനുസരിച്ച് പറയാം, വെറുതെ പറയണ്ടല്ലോ. സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാഞ്ഞിട്ടാണ് യഥാർത്ഥത്തിലൂടെ വികസനം നടക്കാത്തതെന്നാണ് ചുരുക്കി പറയുന്നത്. ഈ വികസന കാര്യത്തെ സംബന്ധിച്ച് ആളുകൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഇടതുപക്ഷം വരുന്ന സമയത്ത് മാത്രമേ വികസനം ഉണ്ടാവാറുള്ളൂ. നിങ്ങൾ നോക്ക്, 57 കേരളം ഉണ്ടായത് മുതൽ 2006 വരെയുള്ള എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും അജണ്ടയിൽ ഒന്നായിരുന്നു ചമ്രവട്ടം പാലം. ആ ചമ്രവട്ടം പാലം യാഥാർത്ഥ്യമായത് 2006 തിരൂരിൽ നിന്ന് ആദ്യമായി CPM-ന് LDF-ന് ഒരു MLA ഉണ്ടായി. പുഴേൻ്റെ അക്കരെ പൊന്നാനിയിൽ സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി ഈ ജില്ലയുടെ മന്ത്രിയായപ്പോഴാണ്. നിൽക്കട്ടെ, നമ്മുടെ ജില്ലാ ആശുപത്രി എല്ലാ കാലത്തും ഒരു ബ്ലഡ് ബാങ്ക് ഇല്ലാതെ ഇവിടുന്ന് കോഴിക്കോടേക്ക് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വഴിവക്കിൽ മരിച്ച ആളുകളുടെ എണ്ണം നിരവധിയാണ്. ഇതേപോലെ ഒരു മീനമാസ ചൂട് കത്തി നിൽക്കുന്ന കാലത്ത് ആ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ സ്ഥാനാർത്ഥി സഖാവ് അബ്ദുള്ളക്കുട്ടിയാക്ക എല്ലാ സ്ഥലത്തും പറഞ്ഞിരുന്നത്, ഞാൻ വന്നാൽ 2 കാര്യം ചെയ്യും. അതിലൊന്ന്, ഈ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് സ്ഥാപിക്കും, ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേൺ മാറ്റും. നിങ്ങൾ നോക്ക്, അബ്ദുള്ളക്കുട്ടി സഖാവ് MLA ആയി ജയിച്ചു, തിരൂർ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് സ്ഥാപിച്ചു, സ്റ്റാഫ് പാറ്റേൺ മാറ്റി ഈ ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തിയിട്ടാണ് അബ്ദുള്ളക്കുട്ടി സഖാവും ശ്രീമതി ടീച്ചറും പടിയിറങ്ങിയത്. എത്ര കാലമായി? 15 വർഷമായില്ലേ? ആ 15 വർഷത്തിന് ശേഷം ഈ മലപ്പുറം ജില്ലയിലെ നിരവധി ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ പലതും ജില്ലാ ആശുപത്രിയായി. നമ്മുടെ മഞ്ചേരിയിലെ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി മാറ്റി. സ്വാഭാവികമായും ഈ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർന്ന് ധാരാളം സൗകര്യങ്ങളോടുകൂടി പ്രവർത്തിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ജില്ലാ പഞ്ചായത്താണ്. മാനേജ്മെൻറ്റായ ജില്ലാ പഞ്ചായത്തിനോ ഇവിടുത്തെ MLA-ക്കോ യാതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേൺ മാറ്റി ഇതിനെ ജനറൽ ആശുപത്രിയാക്കാൻ സാധിക്കാത്തതും ഈ ആശുപത്രിയുടെ വികസനത്തിന് വേണ്ട മാസ്റ്റർ പ്ലാൻ പോലും തയ്യാറാക്കാൻ സാധിച്ചില്ല. ഇനി അടുത്ത കാര്യം പൊന്മുണ്ടം ബൈപ്പാസിൻ്റെതാണ്. ഇത് ബഹുമാന്യനായ നമ്മുടെ സ്ഥാനാർത്ഥി കൂടിയായ അന്നത്തെ മന്ത്രി V. അബ്ദുറഹിമാൻ താനൂര്
നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായി പണി പൂർത്തിയായ കോട്ടിലത്തറ പാലവും മീശപ്പടി റോഡിൻ്റെ നവീകരണവും പൂർത്തിയായതോടുകൂടി ഈ രണ്ട് ഇതിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പൊന്മുണ്ടം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ ROB വേണം. അതിന് സേതുബന്ധൻ പദ്ധതിക്കകത്തേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി തിരൂരിനെ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി അബ്ദുറഹിമാൻ കൊടുത്ത കത്തിൻ്റെ കോപ്പിയാണിത്. ആ കോപ്പിക്ക് ആ കത്ത് സ്വീകരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് അതിന് വേണ്ട നടപടികൾ പൂർത്തീകരിച്ച് അറിയിച്ചതിൻ്റെ രേഖയാണിത്. എന്തെങ്കിലും ഒരു കടലാസ് MLA തൻ്റെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്ത് ഈ പദ്ധതിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന്, നമ്മളെ തിരൂർ നിറച്ച് ഫ്ലെക്സ് വെച്ചിട്ടാ, ആ ഫ്ലെക്സിനകത്ത് അബ്ദുസമദ് സമദാനി ഉണ്ട്, ഇവിടുത്തെ ചെയർപേഴ്സൺ ആയിരുന്ന നസീമുണ്ട്, അതുപോലെ തന്നെ MLA കുറുക്കോളി മൊയ്തീനുണ്ട്. പക്ഷേ MLAയുടെ ലെറ്റർ പാഡിൽ ഒരു കത്ത് ഇതിനു വേണ്ടി എഴുതി കൊടുത്തതിൻ്റെ എന്തെങ്കിലും ഒരു കോപ്പി ഇതേമാതിരി ഇവർക്ക് കാണിക്കാണ്ടോ? അങ്ങനെ ഒരു കത്ത് കൊടുക്കുകയാണെങ്കിൽ യാഥാർത്ഥ്യമായിരുന്നു. എന്താ സംശയം? ആ കത്ത് കൊടുത്തതിന്റെ അങ്ങനെ കത്തുകൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സീതിയാജിന്റെ മകൻ ബഹുമാന്യനായ ബഷീർ MLA എത്ര കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കിയ ആബിദ് ഹുസൈൻ MLA കത്ത് കൊടുക്കാൻ പോലും MLAക്ക് കഴിഞ്ഞില്ല. അതൊരു വല്ലാത്തൊരു സംഭവമാണല്ലോ അത്. നമ്മുടെ നാട്ടിൻ്റെ ഒരു വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു കത്ത്, അപ്പോൾ നിങ്ങൾ അതൊന്നും അത്ര ഒരു ഗൗരവത്തോട് കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം പറഞ്ഞു. നമുക്കറിയാം, ഈ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് സംവിധാനം എന്ന് സർക്കാർ ഒരു നയമായി പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്, എല്ലാവർക്കും അറിയാം. അതുമായി ബന്ധപ്പെട്ട് അനേകം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും വലിയ രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഈ തിരൂർ ജില്ലാ ആശുപത്രിയുടെ സ്റ്റാഫ് പാറ്റേൺ, ഞാൻ ഗിരീശനെ അങ്ങനെ മോശമായി പറയല്ല, സ്റ്റാഫ് പാറ്റേൺ എങ്ങനെയാണ് വന്നത്, ആറ് സമയത്താണ് വന്നത്? ഔദ്യോഗികമായി ഒരു സ്ഥാപനത്തിൻ്റെ ഡിക്ലറേഷൻ എന്നതിലുപരിയായി അവിടെ സ്റ്റാഫ് പാറ്റേൺ കൊണ്ടുവരുന്നത് മമ്മൂട്ടിയുടെ കാലത്ത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം, ഒരു ജനറൽ, ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു തർക്കത്തിനല്ല, ഒരു ജനറൽ സംവിധാനത്തിൽ വരേണ്ടുന്ന ഒരു കാര്യം, അതൊരു വലിയ കാര്യമൊന്നാണ് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഞാൻ പറയുന്നത്, ഞാൻ പറഞ്ഞവർ തന്നെ പറയാം, ഈ വികസന കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ബ്രിഡ്ജിൻ്റെ കാര്യത്തിൽ, ഇവിടുത്തെ റോഡുകളുടെ കാര്യത്തിൽ UDF ഒന്നും ചെയ്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ നാട്ടുകാർ വിശ്വസിക്കുമോ? ഈ നാട്ടിൽ ഈ കാണുന്ന 2 റോഡും നമ്മുടെ UDFൻ്റെ സമയത്തല്ലേ വന്നത്? ഈ 3 പാലങ്ങളുടെയും പണി കഴിഞ്ഞത് ആ സമയത്തല്ലേ വന്നത്? ഞാൻ ചോദിക്കുന്നത്, കായിക മന്ത്രി ഒരു കത്ത് കൊടുത്തിട്ട് സേതുബന്ധൻ പരിപാടിയിൽ ഉൾപ്പെടുത്തിയതാണ് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ, എന്തേ മറ്റു പദ്ധതിക്ക് അങ്ങനെ ഒരു കത്ത് കൊടുക്കാമായിരുന്നില്ലേ? സേതുബന്ധൻ പരിപാടിക്ക് ഞാൻ ഗിരീഷിനോട് ബഹുമാനത്തോട് പറയാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമുകൾ പ്രഖ്യാപിക്കുമ്പോൾ 2 ഘട്ടം കഴിയണം. ഒന്ന്, ഇപ്പോൾ MPമാരൊക്കെ റോഡ് ചോദിക്കും, MPമാർ റോഡ് ചോദിക്കും. ആ റോഡ് നമ്മൾ സെലക്ട് ചെയ്ത് ഇത്ര വീതിയുള്ള റോഡ് കൊടുക്കണം എന്നെല്ലാം കൊടുക്കും. MPമാർ അതിൻ്റെ പുറത്ത് ആ റോഡ് കൊണ്ടുവരും, ജില്ലാ പഞ്ചായത്തിൽ വരും, ഈ റോഡുകളെല്ലാം വരും, നഗരസഭയുടെ റോഡായാലും വരും. എന്നോട് ചോദിക്കും, ഈ റോഡിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാൾ? ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും കൊടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ, ഇത്തരം സംവിധാനങ്ങളിൽ റെഗുലറായി നടക്കേണ്ടുന്നൊരു കാര്യം മാത്രമാണ്. അതൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഇത് നാട്ടുകാർക്കറിയാം. ഇന്ന് മുമ്പത്തെ പോലെയല്ലല്ലോ, നാട്ടുകാർക്ക് അറിയാൻ സാധിക്കുമല്ലോ ഈ കാര്യത്തിലൊക്കെ. ഞാൻ പറയുന്നത്, ഇവിടെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം ഒരിക്കലും മറന്നുകൂടാ. എന്താണ് അതിൻ്റെ സാഹചര്യം? എന്താണ്? ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം രാഷ്ട്രീയം വിശുദ്ധമാണ്. ആ രാഷ്ട്രീയ രംഗത്ത് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചാണ് പറയേണ്ടത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ നാട് തകർക്കും വിധം പലവരും പറഞ്ഞപ്പോൾ, ഈ ഇടതുപക്ഷത്തിൻ്റെ തൊക്കിലിരിക്കുന്ന, ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ പോലും പറഞ്ഞപ്പോൾ കാമ എന്ന് പറയാതെ മൗനം നിന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ആ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രസരിപ്പ് നഷ്ടപ്പെട്ടിട്ടില്ല, ആ ചിന്ത ആളുകൾക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിനേക്കാൾ പ്രഹരമുണ്ടാവും, യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. നമ്മളിവിടെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് ആ രീതിയിലാണ് കാര്യം. ഞാൻ ഇവിടെ വന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഞാൻ ഒന്ന് പറയാം. അദ്ദേഹം 2010 വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ താന്നൂർക്കാർക്ക് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പട്ടിക എൻ്റെ കയ്യിലുണ്ട്. ഇതേ സമയം ഈ സമയത്ത് കൊടുക്കുന്ന അദ്ദേഹം ആവശ്യപ്പെടുന്ന പട്ടിക എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പിന്നെ അത് അങ്ങനെ ഒരു സംവിധാനം പറയണ്ട എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ നിങ്ങൾ പരിശോധിച്ചാൽ, വേറൊന്ന് ഞാൻ ചോദിക്കട്ടെ ഗിരീഷിനോട്, താനൂരിൽ ഈ മനുഷ്യൻ ഇങ്ങോട്ട് പോകുന്നു, താനൂർ ഏതാണ്? എത്രയോ സഖാക്കന്മാർ വലിയ ത്യാഗം ചെയ്തു എന്ന് പറയുന്നൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പിന്നീട് ഇപ്പോൾ മത്സരിപ്പിക്കാൻ നിർത്തിയ സ്ഥാനാർത്ഥിയെ പൊന്നു ഗിരീശ നിങ്ങൾക്കറിയുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവില്ല. രാഷ്ട്രീയം മലിവസമാക്കി നിങ്ങൾ.
ഞാൻ പറയും എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ നിർത്തിയിട്ട് അദ്രവിമാനം ഞങ്ങൾ കൊണ്ടുവന്നത് ഇവർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായമുണ്ടായിരുന്നു. ആരും അറിയാത്ത, ആരും കേൾക്കാത്ത, ആരും കാണാത്ത ഒരാളെ വെച്ചിട്ട് എത്ര ദിവസം പ്രവർത്തകന്മാർ ജോലിയെടുക്കണം? ഇത് നമ്മുടെ ഒരു ജോലിയാണ് എന്നതുപോലെ അവിടെ 4 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ നിരന്തരമായി നമ്മളെപ്പോലെ ബോർഡ് വെച്ച് വോട്ട് ചോദിച്ച് ചെയ്യുമ്പോൾ ആ രാഷ്ട്രീയ കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ എന്താണ് നൽകുന്ന മെസ്സേജ്? എന്താണ് മെസ്സേജ്? എന്താണ് മെസ്സേജ്? പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇതിലേ ഈ സാധാരണ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയലുണ്ട്, നിങ്ങളിട്ട വള്ളി ടൗസർ നമ്മളിട്ട ബർമുട, ആ വർത്താനാണ്. ഇപ്പൊ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വി അബ്ദുറഹ്മാനെ സംബന്ധിച്ച് കോർപ്പറേറ്റ് ആണെന്ന് നാട്ടിൽ മുഴുവൻ ഒരു പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷേ അതിലും എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഇപ്പോൾ താനൂർ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാരുടെ വികാരം പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സീറ്റാണ് രാജ്യസഭ. ആ രാജ്യസഭ സീറ്റിലേക്ക് ഒരു ബിസിനസ്മാനെ രാഷ്ട്രീയത്തിൻ്റെ മലപ്പുറം ജില്ല പോലുള്ള ഒരു പ്രദേശത്ത് യാതൊരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും ഇല്ലാതിരുന്ന ഒരാളെ നേരിട്ട് രാജ്യസഭ MP ആക്കി കൊണ്ടുവന്നത്, അതിന് തുടക്കമിട്ടത് മുസ്ലിം ലീഗ് അല്ലേ? മുസ്ലിം ലീഗിനകത്ത് അങ്ങനല്ലേ കലാപം ഉണ്ടായത്? ഇനി ഇങ്ങക്ക് മാത്രമാണ് അബ്ദുറഹ്മാൻ താനൂരിന് തിരൂർക്ക് വന്നാണ് പ്രശ്നം. ഇങ്ങക്ക് എന്തു ആവാം? എന്തേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് കൂടുമാറിയതിനെ സംബന്ധിച്ച് ഇങ്ങക്ക് മുണ്ടാട്ടല്ല? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് യുക്തിസഹമായി കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കണം. പിന്നെ ഈ പാലത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ ആകാശത്തിലേക്ക് നോക്കി നിന്ന പാലം 2 വന്ന കാലം ഏതാ? 2011 മുതൽ 2016 വരെയുള്ള കാലമാണ്. ആ കാലത്ത് തിരൂരിൻ്റെ MLA ബഹുമാന്യനായ മമ്മൂട്ടി സാഹിബായിരുന്നു. അന്ന് കേരളം ഭരിച്ചിരുന്നത് ആരാ? ഉമ്മൻചാണ്ടി സാഹിബല്ലേ? എൻ്റെ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്ന കാലത്ത് UDFൻ്റെ ഭരണത്തിൽ ആരംഭിച്ച ഒരു പാലം പൂർത്തിയാക്കാൻ സാധിക്കാതെ പോയത്. പാലം നിർമ്മിച്ച് എല്ലാവരും ചെയ്യുന്ന പണി കഴിഞ്ഞിട്ടാണ് അപ്രോച്ച് റോഡിന് സ്ഥലമെടുക്കാതെ പാലത്തിന്റെ പണിക്ക് പോയി. പാലം വന്നു, അപ്രോച്ച് റോഡ് വന്നില്ല. അവസാനം എങ്ങനെ പാലം വന്നത്? ബഹുമാന്യനായ 10 വർഷത്തെ LDF ഭരണത കഴിഞ്ഞു. അടുത്ത തുടർ ഭരണത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നു. നിങ്ങൾ പറയുന്നുണ്ട് മാറാത്തത് മാറുന്നു. എന്താണ് ഇവിടെ മാറാനുള്ളത്? ഇനി അതൊന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ ഒരു ഇപ്പോ ഈ 2 കൂട്ടരും വളരെ ഗംഭീരമായിട്ട് പാലത്തിനെ കുറിച്ച് പറഞ്ഞു. എത്ര സമയം ഈ പാലം ആകാശത്ത് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു? സർവ്വസാധാരണമായിട്ട് ROB ഒരു ബ്രിഡ്ജ് വരുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള അപ്രൂവൽ കിട്ടാനും അതിൻ്റെ നിർമ്മാണം വൈകാനുമാണ് സാധാരണയായിട്ട് സംഭവിക്കാറുള്ളത്. എന്നാൽ ഈ 2 റെയിൽവേ ബ്രിഡ്ജുകളും കേന്ദ്ര ഗവൺമെൻറ് വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് വർഷങ്ങളോളം അത് അങ്ങനെ ആകാശത്ത് നിൽക്കുകയുണ്ടായിട്ടുള്ളത്. അതിൻ്റെ മുകളിലേക്ക് വിമാനം പറത്തി വരെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പാലം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ പാലങ്ങളുടെ ഒരു ശവപ്പറമ്പായിട്ട് നിന്നിരുന്ന ഈ തിരൂര്, ഇതിന് കാരണക്കാർ ഈ മത്സരമാണ്. ഇതിൽ ആരാണ് മാങ്ങയ്ക്കാണോ പുളി, അണ്ടിക്കാണോ പുളി എന്നുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇവർ തമ്മിലുള്ള ഈ മത്സരമാണ് യഥാർത്ഥത്തിൽ തിരൂരിൻ്റെ വികസന മുരടിപ്പിൻ്റെ കാരണം. ഒരാൾ കൊണ്ടുവരുന്നത് മറ്റൊരാൾക്ക് പറ്റില്ല. ഇത് നാടിൻ്റെ ഡെവലപ്മെൻ്റാണ്. ആ ഒരു ചിന്തയൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ അപ്രോച്ച് റോഡിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ ആ ബ്രിഡ്ജ് അതുപോലെ നിൽക്കുന്നത്. ആ റോഡ് ഇന്ന് യാതൊരു തിരൂര് ശ്വാസം മുട്ടുക. ഇത്ര കാലം ഭരിച്ചിട്ട് ഈ തിരൂരിലെ യാത്ര, ഇവിടുത്തെ ജനങ്ങൾക്ക് സുഖകരമായിട്ടുള്ളൊരു യാത്ര സമ്മാനിക്കാൻ ഇവിടുത്തെ ഈ തിരൂരിനെ ഭരിച്ച ആളുകൾക്ക് സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റോ കഴിഞ്ഞു അടുത്തൊരു സംഗതി കൂടി വരാൻ പോവാ. തിരൂര് ഗതാഗത കുരുക്ക് കൊണ്ട് വീർപ്പ് മുട്ടുമ്പോൾ അതിൽ നിന്നൊരു ആശ്വാസമായി മാറേണ്ടുന്ന നമ്മുടെ പൊന്മുണ്ടം ബൈപ്പാസ്, ഇന്നും ആ റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൻ്റെ ഉത്തരവാദികൾ ഇവിടുത്തെ ഇടതു വലതു മുന്നണികളാണ്. അവരുടെ കിടമത്സരമാണ്. അതാ ഞാൻ പറഞ്ഞത്, മാറാത്തത് മാറും. വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണ്. അവർ തുടർ ഭരണത്തിലേക്ക് വീണ്ടും പോകുന്ന ആത്മവിശ്വാസത്തിലാണ് അവരെന്ന് പറഞ്ഞല്ലോ അവിടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പം നിങ്ങൾ ഈ 10 വർഷത്തെ ഭരണത്തിൽ ഈ വിലയിരുത്തൽ, നിങ്ങളുടെ ഒരു കാര്യമായൊരു വിലയിരുത്തലൊന്നും എന്താണ് ഉള്ളത്? നിങ്ങളുടെ ഈ തിരൂരിനെ സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ 10 വർഷത്തെ ഭരണമുണ്ട്. തിരൂർ ബേസ് എന്താ പറയണത്? കേരളത്തിൽ പൊതുവായിട്ടുള്ള സംഗതി നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ചർച്ച ആവശ്യമില്ലല്ലോ.
കേരളത്തിൻ്റെ പൊതുസമൂഹം എങ്ങനെയാണ് ഈ സർക്കാർ സംവിധാനത്തെ കാണുന്നത് എന്ന കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വീണ്ടും ഗിരീഷിനോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിങ്ങൾ കൊണ്ടുവന്ന രാഷ്ട്രീയമായ നയം പരിപാടി കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തോട് ചേരുന്നതാണോ? ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ മനുഷ്യഹൃദയത്തിൽ ആഴത്തിൽ വേരോട്ടുള്ള പാർട്ടിയാണ്. ഒരു പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിൻ്റെ സാഹചര്യത്തെ നന്നായി നോക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് താനൂരിലെ സ്ഥാനാർത്ഥി ആരാണ്, അയാൾ എങ്ങനെയാണ് വന്നത്, അയാൾ എവിടെയാണ് പ്രവർത്തിച്ചത് എന്ന് പറയേണ്ടുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്ക് കുഴിയിലുണ്ട്. ഒന്നുകൊണ്ടെന്ന് വെച്ചാൽ, ആ സീറ്റിൽ താനൂരിൽ ജയനുണ്ടല്ലോ, CPM-ൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ. ഞാനേ അറിയാം, CPM-ൻ്റെ ജില്ലയിലല്ല ആരെയും എനിക്കറിയാം, അതുമെല്ലാം അറിയാം. അവിടെ നിന്നൊക്കെ എത്രയോ പിന്നിൽ നിൽക്കേണ്ടുന്ന ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചിട്ട് നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകേണ്ടുന്ന ഒരു മനസ്സുണ്ട്, അതുപോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതേ ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ ചേരുന്നതായിരിക്കണം. ഞാൻ ഈ പാർട്ടിയുടെ നിലപാട് കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ എന്താ സ്ഥിതി, എല്ലാ ഇടങ്ങളിലും. പിന്നെ ഞങ്ങൾ വർഗീയത പറയുന്നു, അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ഒരിക്കലും അത് പറയില്ല. ഇപ്പോൾ ഇന്നത്തെ പത്രം നിങ്ങൾക്ക് അറിയാമല്ലോ, വടകരയിൽ ഷാഫി ജയിച്ചപ്പോൾ ഉണ്ടായ സംഗതി അറിയാമല്ലോ. അതൊക്കെ എന്താണ്, ഈ നാട്ടുകാർ കണ്ടതല്ലേ, കേട്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറയാൻ, ഞങ്ങളുടെ സ്ഥാനാർത്ഥി അയാളുടെ ഒരു താല്പര്യക്കുറവ് നിങ്ങൾ പറയും. ഈ സ്റ്റേഡിയത്തിന് വെച്ച് നമ്മുടെ മന്ത്രി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സെറ്റിൽ ചെയ്യാവുന്നൊരു തീരുമാനം എന്താണ്? സ്റ്റേഡിയം പൊതുവായിട്ട് സ്പോർട്സ് കൗൺസിലിന് കൊടുത്താൽ അവർക്കാണത് അധികാരമുള്ളത്, അത് സ്വാഭാവികം മാത്രമാണ്. ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു സ്റ്റേഡിയം എന്ന് പറയും, ഇപ്പം നമ്മുടെ തിരൂർ സ്റ്റേഡിയം കേരളോത്സവം നടക്കുമ്പോൾ പഞ്ചായത്തുകളുണ്ടാവും, ബ്ലോക്കിൻ്റെതുണ്ടാകും, മുനിസിപ്പാലിറ്റിൻ്റെതാവും, വ്യത്യസ്തമായ മത്സരം നടക്കും. ഈ പരിസരത്തുള്ള എല്ലാ മത്സരത്തിൻ്റെ വേദികളും തിരൂർ സ്റ്റേഡിയമാണ്. എന്നാൽ സ്പോർട്സ് കൗൺസിലിന് കൈമാറിയാൽ ഒരിക്കൽ പോലും നമുക്കതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ച് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, അത് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ മുന്നിൽ നിയന്ത്രിക്കാൻ കഴിയണം. മന്ത്രി എന്തെല്ലാം സെറ്റിൽ ചെയ്യാമായിരുന്നു, ചെയ്തില്ല. ഇന്നിപ്പോൾ എന്ത് പറയും നമ്മൾ ആരോട്? ഇവിടെ അദ്ദേഹം പറയുന്നത് ഇവിടെ തിരൂരിൽ ആകെ മാറുമെന്നാണ്. ഈ മാറ്റം സമൂഹത്തിന് അനിവാര്യമാണോ, സമൂഹം എങ്ങനെയാണെന്ന് പറയാൻ താനൂരിലെ മാറ്റം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. താനൂരിൽ എന്തൊക്കെയാണ് മാറിയത്, എന്തൊക്കെയാണ് മാറാതെ നിന്നത്? ഞാൻ പറഞ്ഞു, എല്ലാ വർഷത്തെ 36 പ്രോജക്റ്റുകൾ നേരത്തെ പ്രഖ്യാപിച്ചതിൻ്റെ ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. നമ്മളത് ഒരു പറയുമ്പോൾ ഞാൻ വ്യക്തിപരമായി പോകണ്ട എന്ന് കരുതി ഞാനതൊന്നും പറയാൻ എനിക്കിഷ്ടമല്ല. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിധേയമാക്കാം. 36 പ്രോജക്റ്റുകൾ പറഞ്ഞ ആൾ കൊണ്ടുവന്നത്. അപ്പോൾ സ്റ്റേഡിയം തന്നെ 19,14,00,000 രൂപയുടെ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് കാട്ടിലങ്ങാടി നടക്കും. ഒരു പന്ത് ഇന്ന് വരെ ഉരുട്ടാൻ കഴിയാത്ത വിധം സ്റ്റേഡിയം നിൽക്കുകയാണ്. കോളേജിൻ്റെ കാര്യം എടുക്കാം. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് ഒരേ സമയം വന്ന 2 കോളേജാണ്. ഒന്ന് തിരൂർ മണ്ഡലത്തിൽ വനിതാ കോളേജാണ്, വനിതകൾക്ക് മാത്രമായുള്ള കോളേജാണ്. മറ്റൊരു കോളേജ് താനൂരിലാണ്. താനൂരിലെ കോളേജ് ഉദ്ഘാടന സമയത്ത് CPM മുഖ്യമന്ത്രിയെ തടഞ്ഞു. ആ തടയുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഏറ്റവും അവസാനം വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ കർട്ടൻ്റെ തുണി താണപ്പോഴാണ് അറിയുന്നത്, അത്യാവശ്യമായിട്ട് തേച്ചിട്ട് പോലുമില്ലാത്ത ഒരു കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്യണ്ടേ എന്ന് പറയാനായി ചെയ്തു എന്ന് എല്ലാവർക്കും ബോധ്യം. മന്ത്രി പോലും എത്തിയില്ല, അബ്ദുറഹ്മാൻ സാഹിബ് എത്തിയില്ല. അത് വലിയ കാര്യമായി. ഇനി ഞാൻ ഗിരീഷിനോട് ഒന്നും കൂടി ചോദിക്കുന്നത്, CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരാണ് താനൂരിൽ? ആദ്യം പറഞ്ഞത് കേട്ടത് അബ്ദുറഹ്മാനാണെന്നാണ്. പിന്നെ താനൂരിൽ CPM-ന് ഇപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി അബ്ദുറഹ്മാനാണ്. ഇവിടെയാണ് ഇതെന്താണ് ഈ സംസ്കാരം, എവിടേക്കാണ് പോണത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസിൻ്റേതാണെങ്കിൽ ഹൈക്കമാൻഡാണ്, KPCC ആണ്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. താനൂരിൽ ആദ്യം കേട്ട പേരെന്തായിരുന്നു? അബ്ദുറഹ്മാൻ്റേതാണ്. പിന്നെ നമ്മൾ കേൾക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും അറിയാത്ത ഈ മനുഷ്യനെ പ്രഖ്യാപിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധ്യതയില്ല. കാരണം ഈ മനുഷ്യന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ഗിരീഷിന് ഇതൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ഒരു മൂല്യമുള്ള രാഷ്ട്രീയക്കാരെന്ന നിലയിൽ ഞാനിതിങ്ങനെ പറയുന്നത്, ഇതൊക്കെ തിരിച്ചറിയണം. എത്രയോ പരകോടി മനുഷ്യന്മാർ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഒരു സംവിധാനമാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ. അവിടെയൊക്കെ നേരാമണ്ണം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അതിന് മറുപടി എന്ന് പറഞ്ഞു. ഇതിന് മറുപടി താനൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഈ ചർച്ച മുഴുവൻ താനൂർക്ക് പോകുന്നതിന്റെ ഗുട്ടൻസ് മനസ്സിലായോ? തിരൂർ എന്തായാലും പോകുന്ന ഉറപ്പായി. താനൂരെങ്കിലും ലീഗിന് നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ് വിഷയം. ഈ താനൂരത്തെ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ച് ജയേട്ടൻ അവിടുത്തെ ഭയങ്കര നേതാവാണ്, അവിടെ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾക്കാരെ വിഷമം പറയുന്നുണ്ട്. പക്ഷെ ജയേട്ടൻ
ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ മുഴുവൻ നേതൃത്വം എടുത്ത് അവിടെ ഉണ്ട്. ഒരു മാധ്യമത്തിന് മുമ്പിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ യാതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ലേ? അവിടുത്തെ പഴയ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി സ്ഥാനാർത്ഥി തീരുമാനവുമായി ബന്ധപ്പെട്ട് താനൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലേ? മാധ്യമങ്ങളിലാകെ വാർത്ത വന്നില്ലേ? അപ്പം നിങ്ങളെ വിഷയങ്ങൾ തീർക്ക്. താനൂർത്തെ CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥിനെ സംബന്ധിച്ച് അവർ തീരുമാനിക്കട്ടെ. നിങ്ങൾ നിശ്ചയിച്ച ഈ മലപ്പുറം ജില്ലയിലെ 16 സ്ഥാനാർത്ഥിനെ സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയണില്ലല്ലോ. നിങ്ങളെ സ്ഥാനാർത്ഥിന്റെ കാര്യം തീരുമാനിക്കുക. നിങ്ങൾ ഇവിടുത്തെ വികസനത്തെ പറ്റിയിട്ട് പറയും. ഇവിടുത്തെ വികസനം ഒറ്റ കാര്യം, വികസന കാര്യത്തിൽ ഒറ്റ കാര്യം ഇത് ഈ കത്ത് ഈ കായിക വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് ആണ്. ആ യോഗത്തിനകത്ത് പറയണത് നോക്കൂ, ഒറ്റ കാര്യം വായിക്കാം. പ്രസ്തുത സ്റ്റേഡിയം നിർദ്ദിഷ്ട സ്ഥലത്ത് തന്നെ നിർമ്മിക്കുന്നതിന് വളരെ താല്പര്യമുണ്ടെന്നും ആയതിന് സമ്മതമാണെന്നും ബഹു MLA, തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവർ അറിയിച്ചു. ഭൂമി തരം മാറ്റി കിട്ടുന്നതിനായി അപേക്ഷ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ടെന്നും ആയത് ലഭ്യമായിട്ടില്ലെന്നും തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോഴും ഈ സ്റ്റേഡിയം ഉണ്ടാവാത്തതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഒരു നഞ്ചഭൂമി തരം മാറ്റാൻ പോലും അട്ടിപ്പേറായ കാലം ഈ നഗരസഭയുടെ ഭരണം കയ്യിൽ ആളിയിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് സ്റ്റേഡിയം ഇപ്പോഴും ഈ കോലത്തിലിരിക്കുന്നത്. 2025 ഏപ്രിൽ മാസം 15-ാം തീയതി അടച്ചിട്ട സ്റ്റേഡിയമാണ്. ഒരു കൊല്ലായി പണിക്ക് വേണ്ടിയിട്ട് സ്റ്റേഡിയം പൂട്ടിയിട്ടിട്ട് മന്ത്രി പൈസ കൊടുത്തിട്ട് കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ പൈസ വേണ്ട, ഞങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു പോയി. തരം മാറ്റാൻ പോലും സാധിച്ചിട്ടില്ലെന്നാ പറയുന്നത് കേട്ടോ. അത് വന്നെന്താ പ്രശ്നം? ക്രെഡിറ്റ് അബ്ദുറഹ്മാന് പോവും, നഗരസഭയുടെ ക്രെഡിറ്റ് പോവും. അതാണ് പ്രശ്നം. ഈ ഭൂമി തരം മാറ്റലൊക്കെ എന്ന് വെച്ചാൽ സർക്കാരുകളാണ്. മുനിസിപ്പാലിറ്റിക്ക് ഭൂമി തരം മാറ്റാനുള്ള ഒരധികാരമില്ല. ഒന്ന് വെറ്റ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുള്ള സമയത്ത് സ്റ്റേഡിയം ഇവിടെ ഇടതുപക്ഷം ഭരിച്ച സമയത്ത് രാവിലെ നടക്കാൻ സ്റ്റേഡിയത്തിൽ പണം വാങ്ങിയിരുന്നു. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വെച്ച് പറഞ്ഞു രാവിലെ നടക്കുന്നവർക്ക് പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയ ആളുകളാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് നിങ്ങളെ കാഴ്ചപ്പാട് പറയണത്. പിന്നെ ഗിരീശൻ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥികളെ നിർത്തിയ ഞങ്ങൾക്ക് പരാതിയില്ല. ഈ രീതിയിലാണ് നിർത്തിയെന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കേണ്ടത്? ഞാൻ പറയുന്നത് ഈ സംസ്കാര അപകടമാണ്. നിങ്ങളൊരാൾ ഞാൻ പറയും. പിന്നെ കുഞ്ഞാലൂർ സാഹിബ് ഇവിടെ നിന്ന് പറഞ്ഞാൽ കുഞ്ഞാലൂർ സാഹിബ് നിന്നപ്പോൾ ബാങ്കിൽ നിന്നത് ഷാജിയാണ്. ഷാജിനെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ശത്രുവിനും മിത്രത്തിനും ഒരുപോലെ അറിയാം. ഞാൻ പറയും ഈ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 100 ആൾക്ക് അറിയുമെന്ന് എൻ്റെ ചോദ്യം. അതൊരിക്കലും പകരത്തിന് പകരമില്ല എന്ന് കേൾക്കുന്നു. 2015 മുതൽ 20 വരെ CPM ആണ്, ഇടതുപക്ഷമായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത്, നഗരസഭ ഭരിച്ചിരുന്നത്. അന്ന് നിങ്ങളായിരുന്നു ചെയർമാൻ 2.5 വർഷം. അന്ന് 8 മാസത്തോളം തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം, ഇപ്പോൾ ഞാനൊക്കെ സ്റ്റേഡിയത്തിൽ പോണ ആളാണ്. ഒരുപാട് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. അതന്നെ ഈ 8 മാസത്തോളം ആ സ്റ്റേഡിയം പൂട്ടിയിട്ടു, ഒരു പുല്ല് പോലും വെട്ടാതെ. അന്ന് ഇടതുപക്ഷമായിരുന്നു തിരൂർ നഗരസഭ ഭരിച്ചിരുന്നത്. കേരള ഭരണവും നിങ്ങളെ കയ്യിലുണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് അന്ന് ആ പുൽമൈതാനവും സിന്തറ്റിക് ട്രാക്കും ഒന്നും വികസിപ്പിച്ച് ഇരിക്കഴിഞ്ഞത്? ഇവിടുന്ന് സാധാരണക്കാരുടെ അടുത്ത് നിന്ന് 300 രൂപ ഫീസ് ഏർപ്പാടാക്കിയിട്ടാണ് അന്ന് ആ സ്റ്റേഡിയം തുറന്നു കൊടുത്തത്. എന്തായാലും ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ സ്റ്റേഡിയത്തിൻ്റെ വിഷയത്തിൽ, സ്റ്റേഡിയം തരം മാറ്റുന്ന വിഷയം ഇവിടെ വന്നല്ലോ, നിങ്ങളൊന്ന് നോക്കിക്കൊണ്ടു. 2015 ഞാൻ ചെയർമാൻ ആവുന്നത്. 2016 നിങ്ങളിപ്പോൾ ചെയർപേഴ്സൺ ഈ സ്ഥലം തരം മാറ്റാൻ കൊടുത്തു എന്ന് പറയുന്ന അപേക്ഷയില്ലേ, അപേക്ഷ കൊടുത്തത് ഞാനാ. എൻ്റെ ലെറ്റർ പാഡിൽ ഇപ്പോഴും ആ ഫയൽ പരിശോധിച്ചാൽ അതിൻ്റെ ആദ്യത്തെ രേഖ ആരംഭിക്കുന്നത് ഞാനാണോ അത് ചെയ്യേണ്ടത്? ഞാൻ 2015 ചെയർമാൻ ആയത്. 2015 മുമ്പ് ഈ നഗരസഭ ഭരിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് എന്തായിരുന്നു പണി? ഭൂമി തരം മാറ്റാൻ. ഇവിടെ ഇപ്പോൾ ചർച്ച നമ്മുടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുമായിട്ടല്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുന്നിൽ. അതുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ UDF-ന്റെ പ്രതിനിധി ചോദിക്കുന്നത് ഈ മുനിസിപ്പൽ സംബന്ധമായിട്ട് കാര്യങ്ങളാണ്. ഇതുവരെ ഏകദേശം ഒരു അരമണിക്കൂറായി ചർച്ച തുടങ്ങിയിട്ട്. തിരൂരിൻ്റെ വികസന കാര്യങ്ങൾ ഇത്രയും കാലം UDF ഇവിടെ പ്രതിനിധാനം ചെയ്തിട്ട് എന്തു ചെയ്തു എന്ന് പറയട്ടെ, അതല്ലേ വേണ്ടത്? തിരൂരിൽ UDF വന്നിട്ട് തിരൂർ കേരളം അറിയപ്പെടുന്ന ഒരു നഗരമാക്കി മാറ്റിയെന്നത് UDF തന്നെയാണ്. ഇവിടെയുള്ള എല്ലാ റോഡുകളും ഇവിടുത്തെ പാലങ്ങളും കൊണ്ടുവന്നത് UDF ആണ്.
ഇപ്പോൾ എത്ര പാലങ്ങളാണ് ഈ പരിസരത്തുണ്ടായത്? പിന്നെ എല്ലാവർക്കും അല്ല, പച്ചാട്ടിൽ പോകുമ്പോൾ അവിടെ പാലുണ്ട്, അതിൻ്റെ നേരപ്പുറത്ത് പറവണ്ണ പാലുണ്ട്, നമ്മുടെ അന്നശ്ശേരി അങ്ങോട്ട് പോയാൽ അവിടെ പാലമുണ്ട്. ഈ എല്ലാ സംവിധാനം കൊണ്ടുവന്നത് UDF ആണ്. അതിൽ ആർക്കാ തർക്കമുള്ളത്? തിരൂർ തുഞ്ചൻ മഠം നേരത്തെ എങ്ങനെയായിരുന്നു? MT വാസുദേവനുമായത് വന്നപ്പോഴാണ് ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ കുലപതി എന്ന് നമ്മൾ പറയുന്ന അദ്ദേഹത്തെ ആ ട്രസ്റ്റിൻ്റെ ചെയർമാനാക്കി വെച്ചത് UDF ആണ്. അതിന് വേണ്ടി എല്ലാ പ്രവർത്തനം ചെയ്തത് UDF ആണ്. പിന്നെ എന്താണ് തിരൂരിൽ നിങ്ങൾ കണ്ട ഒരു കാര്യം പറയും? ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഈ തിരൂർ MLA പറഞ്ഞ പ്രോജക്റ്റ് എന്താണ്? നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ തുഞ്ചൻ മറവിൽ വെച്ച് പരസ്യമായി വിളിച്ചിട്ട് ആളുകൾ വിളിച്ചു വരുത്തിയിട്ടാണ് ഇതിനെ ചോദിച്ചത്. ഈ കയ്യടിക്കാൻ വന്ന ആളുകളാരും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി കൊടുത്ത പ്രോജക്റ്റ് ഏതാണ്? അതിലെന്താണ് കുറുക്കോളി ചെയ്യാത്തതെന്ന് നിങ്ങളിവിടെ പറയും. അതല്ല പറയേണ്ടത്. ഞങ്ങൾ സുതാര്യമായിട്ടാണ് ചെയ്തത്, ജനങ്ങളോട് സംവദിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. എന്നിട്ട് അന്ന് പറഞ്ഞ നിങ്ങളൊരു കാര്യം പറയും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, കുറുക്കോളി എന്ത് ചെയ്തു എന്ന് പറയും. ചോദ്യം പിന്നെ ഗിരീഷിനോടാണ്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ തിരൂർ മത്സരിക്കുന്ന വി അബ്ദുറഹ്മാൻ നമുക്ക് ജില്ലയ്ക്ക് കിട്ടിയ ഒരേ ഒരു മന്ത്രിയാണ്, സ്പോർട്സ് വകുപ്പാണ്. പ്രത്യേകിച്ചിട്ട് മലപ്പുറം ജില്ല പോലത്തെ ഒരു ജില്ല ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ഒരു ഫുട്ബോൾ അക്കാദമിയോ മലപ്പുറം ജില്ലയിലെ ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി എന്തെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ IPL പോലൊക്കെ KPL പോലൊക്കെ കുറച്ച് പണക്കാരെ ഉൾപ്പെടുത്തി മലപ്പുറത്ത് ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരെ കൊടുന്ന് ഒരുപാട് കളി നിയന്ത്രിക്കുക എന്നല്ലാതെ ഇവിടെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു ഫുട്ബോൾ അക്കാദമിയോ അല്ലെങ്കിൽ സാധാരണക്കാരനെ പിന്നെ ലോകോത്തര തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും സംവിധാനം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ജില്ലയ്ക്ക് കിട്ടിയ ഒരേ ഒരു മന്ത്രിയാണ്, പ്രത്യേകിച്ചിട്ട് ഈ ഫുട്ബോളിനെ പോലെ വളരെ പ്രഗത്ഭരായ കളിക്കാരെ വാർത്തെടുത്ത ജില്ലയിലേക്ക്. നല്ല ചോദ്യമാണ്. വികസനമാണ് ആ ചോദ്യത്തിൻ്റെ അജണ്ട. ഇതിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന സ്ഥലമാണ് സ്റ്റേഡിയം. ആ സ്റ്റേഡിയം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് തിരൂരിൻ്റെ സ്പോർട്സും അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റും എല്ലാം നിൽക്കുന്നത്. ആ പ്രശ്നമാണ് നിങ്ങൾ ഊന്നേണ്ടത്. പിന്നെ മന്ത്രിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം, അബ്ദുറഹ്മാൻ അല്ല തിരൂരിൽ നിന്ന് ആദ്യം മന്ത്രിയാവുന്ന ആള്. 2 തവണയായി കായിക മന്ത്രിയുടെ കാര്യമാണ്. അല്ല, അതെ, ഓക്കെ, 2 തവണ ഈ തിരൂരിനെ പ്രതിനിധീകരിച്ച് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ മന്ത്രിയായിട്ടുണ്ട്. 3 തവണ, അതിലേറെ ചിലപ്പോൾ ഉണ്ടാവും. എന്ത് വികസനമാണ് ഒരു മന്ത്രിനെ തിരൂർക്ക് കിട്ടിയപ്പോൾ പിന്നെ തിരൂരിനുണ്ടായത്? താനൂരുകാരുടെ ചെലവിൽ തിരൂരിലൊരു മന്ത്രി ഉണ്ടായപ്പോൾ വന്ന നേട്ടങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. എണ്ണി ഓരോ കാര്യങ്ങൾ പറയാം. ആ കാലത്ത് ഈ ജില്ലയുടെ അട്ടിപ്പേറായ അവകാശം മാത്രം പോകുന്ന മുസ്ലിം ലീഗിന് ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയുന്നില്ല. മലപ്പുറം ജില്ലയുടെ പിന്നോക്കാവസ്ഥയാണല്ലോ ഇവർ പറയുന്നത്. എന്തേ മലപ്പുറം ജില്ല പിന്നോക്കം പോയി? ഈ ജില്ല ഉണ്ടായ കാലം മുതൽ ഇന്നേ വരെ ഇവിടുത്തെ MLA-മാർ, MP-മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത് മുഴുവൻ അട്ടിപ്പേറായി ഭരിച്ചത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ ജില്ല ഇന്നും പിന്നോക്ക ജില്ലകളുടെ പട്ടികയിൽ പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാണ്. എന്ന് UDF-ന് അധികാരം കിട്ടുമ്പോഴും ഡസൻ കണക്കിന് മന്ത്രിമാർ ഈ ജില്ലയിൽ നിന്ന് ഉണ്ടായിട്ടില്ലേ? എന്തായിരുന്നു ഇവർക്കൊക്കെ ജോലി? നമ്മുടെ തിരൂരിൽ കൊണ്ടുവന്ന പാലങ്ങളുടെ കണക്ക് പറയും. എത്ര പാലങ്ങൾ വന്നു തിരൂരിൽ? എത്ര റോഡുകൾ പുതുതായി വന്നു? ഇതൊക്കെ വികസനം. വെയിറ്റ്. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ എത്ര സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു? എയ്ഡഡ് മേഖല സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു, ഗവൺമെൻറ് സെക്ടറിലെ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ഞാൻ ചോദിക്കുന്നത്, പിന്നെ നിങ്ങൾ പറഞ്ഞൊരു വികസനം എന്താണ്? അതേസമയം നിങ്ങൾ ഇന്ന് പറയുന്നു എന്ന് പറയുന്ന ആളുടെ ഒരു കാര്യം ഞാൻ പറയും. ഇപ്പോൾ കായിക രംഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പ്രാവശ്യമൊക്കെ നമ്മുടെ മക്കൾ പഠിക്കുന്ന കായിക രംഗത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ജില്ലക്ക് പുറത്തുള്ള സ്റ്റേഡിയം കാണേണ്ടി വന്നു, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിൽ കളിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അതൊന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥമുള്ളത്? അതൊക്കെ നമ്മളിനി പരസ്പരം പറയണോ? കായിക മന്ത്രിയുടെ നാട്ടിൽ നേരാമണ്ണം ഒരു സ്റ്റേഡിയം ഇല്ല. അതുകൊണ്ട് കേരളോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ജില്ലയിൽ മാറിയിട്ടാണ് മത്സരിച്ചത് എന്ന് ഇവിടെ വലിയ ചർച്ചയായതല്ലേ? അതൊക്കെ അപ്പോൾ നമുക്ക് പാർക്കുകൾക്ക് മറക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് അത് മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു വലിയ ക്രിക്കറ്റ് മത്സരം ഉണ്ടായിരുന്നു. ആ ക്രിക്കറ്റ് മത്സരത്തിൽ ചാർജ് കൂടിയപ്പോൾ സ്വാഭാവികമായി ആളുകൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞത് പൈസ ഉള്ള ഒരു കണ്ടാൽ മതി എന്നാണ്. ഞാൻ പറയുന്നത് അതൊക്കെ ഒരു വാക്കായിരിക്കാം, പക്ഷേ ഏതോ ഒരു താല്പര്യങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയ വാക്കാണ്. അതാ ഞാൻ പറയുന്നത്, ഈ നാട്ടിൽ വികസനം കൊണ്ടുവരുന്നു എന്ന്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ഒരു ടീമിനെ വെക്കും, ഞങ്ങളും വെക്കാം. എന്നിട്ട് നിങ്ങൾ പരിശോധിക്കുക കുറുക്കോളിയുടെ കഴിവും മറ്റാളുടെ കഴിവുകളും നമ്മൾ പറയേണ്ട കാര്യമില്ല. പ്രഖ്യാപിച്ച പദ്ധതികൾ,
പൂർത്തീകരിച്ച പദ്ധതികൾ, പൂർത്തീകരിക്കപ്പെടാതെ പോയ പദ്ധതികൾ, അതിൻ്റെ സ്വഭാവങ്ങൾ, ഭരണപക്ഷത്തില്ലാത്ത MLA, ആ MLA നടത്തിയിട്ടുള്ള വികസനങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ ഏറെ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഈ നമ്മുടെ ആദവനാടാണ് പുനരധിവാസ ഗ്രാമം. ഡിസേബിളായ മക്കൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് അവർക്ക് ഉപകാരപ്പെടുന്ന സ്റ്റേറ്റിലെ ഏക സ്ഥാപനം എന്നത് നമ്മുടെ ഈ ആദവനാട് പഞ്ചായത്തിലാണ്. അതൊരു MLAയുടെ സാധാരണ നേട്ടമാണെങ്കിൽ എല്ലാ MLAമാരുടെ മണ്ഡലത്തിലും ഉണ്ടാവണം. അതില്ലല്ലോ. ഇവിടെ അതുണ്ടെങ്കിൽ ഓക്കെ, സർക്കാർ അങ്ങനെ പ്രഖ്യാപിച്ചു 140 മണ്ഡലങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് 140 മണ്ഡലത്തിൽ ഉണ്ടായാൽ അതൊരു വലിയ MLAയുടെ ഒരു മികവൊന്നുമല്ല. എന്നാൽ ഇവിടെ മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ മറ്റു കാര്യങ്ങൾ ഞാൻ ഇനിയും പറയുന്നില്ല. ഒരു സർക്കാരിൻ്റെ മുന്നിലൊരു, ഞാൻ ഈ കടലാസ് കൊണ്ടിട്ടാണെങ്കിൽ ഒരു പക്ഷേ കെട്ടുകണക്കിൽ കടലാസ് ഉണ്ടാവും, കുറുക്കോളി കൊടുത്ത കടലാസ്. മുമ്പത്തെ പോലെയല്ല. മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനെ പറയാം, പക്ഷേ ഇന്ന് സമൂഹം ലൈവാണ്. സത്യത്തിൽ ഇപ്പോൾ ഈ രണ്ട് കൂട്ടരും ഇങ്ങനെ പറയുന്ന സമയത്ത് എവിടെയാ വികസനം ഉണ്ടായി എന്നുള്ളൊരു അങ്കലാപ്പാണ് ഇപ്പം മൊത്തം ആളുകളുടെ മുഖത്തുള്ളത്. എവിടെയാ? നിങ്ങൾ നോക്ക്, കാർഷിക മേഖല നമ്മളുടെ ഈ ഭാഗത്ത് എടുക്കാം. നമ്മളിപ്പോൾ ഈ തിരൂർ നിയോജക മണ്ഡലത്തെ ബേസ് ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ചർച്ച നടക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വെറ്റില കർഷകരുള്ളൊരു മേഖലയാണ് നമ്മുടെ ചെമ്പ്ര മേഖല. വെറ്റില കൃഷി, ആ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പദ്ധതിയാണ്, അല്ലെങ്കിൽ അതിനെ ഡെവലപ്മെൻറ്റ്, കാരണം പ്രത്യേകിച്ച് തിരൂർ വെറ്റില എന്ന് പറയുന്നത് നമ്മുടെ വെറ്റിലയ്ക്ക് ലോകോത്തരമായിട്ടുള്ള പേരുള്ള വെറ്റിലയാണ്. അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് പദ്ധതിയാണ് കൊണ്ടുവന്നത്? അതിലൊരു വികസനം വേണ്ടേ ആ മേഖലയിൽ? നമ്മുടെ തൊട്ടടുത്ത് താമര കൃഷി നടത്തുന്നുണ്ട്. ആ സാധനം ഇപ്പോഴും കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന വകുപ്പിൽ ആ സാധനം ചേർത്തിട്ടില്ല. ഒരു ലെറ്റർ പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. താമര അവർ ആ മേഖലയിൽ അനുഭവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകൾ ആരും കാണാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ കാർഷിക മേഖല അങ്ങനെ താളം തെറ്റി നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഭയങ്കരമായിട്ട് വാചാലമായി തിരൂരിൽ. നമ്മളെല്ലാവരും കണ്ടല്ലോ, തിരൂരിൽ ഗേൾസ് ഹൈസ്കൂളിൽ ചോറ്റുപാത്രത്തിലേക്ക് ചോറിലേക്ക് തേരട്ട വീണിട്ട് അവിടുത്തെ പെൺകുട്ടികൾ നടത്തിയിട്ടുള്ളൊരു സമരം ഇല്ലേ? വിദ്യാഭ്യാസ മന്ത്രിയെ വരെ പോയിട്ട് കണ്ടില്ലേ അവിടുത്തെ കുട്ടികൾ? അടിസ്ഥാനപരമായ സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്രം കൊണ്ടുവന്ന PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തയ്യാറാകാതെ, കേന്ദ്രം കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് വെച്ചാൽ ആരുടെ പണ? ആ ഒരു പേര് പറഞ്ഞ് ഇടത് വലത് മുന്നണികൾ അതിൽ ഒപ്പുവെക്കാൻ തയ്യാറാകാതെ കോടിക്കണക്കിന് രൂപയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം നൽകിയിട്ടുള്ളത്. വേറെ ആരുടെയും പണമൊന്നുമല്ല, നമ്മുടെ ഗവൺമെന്റിന്റെ പണം തന്നെയല്ലേ അത് കൊണ്ടുവന്നില്ല. നിങ്ങൾ നോക്ക്, ബോയ്സ് ഹൈസ്കൂളിൽ നിങ്ങൾ പോയിട്ടൊരു സർവേ എടുക്ക്, അവിടുത്തെ പെൺകുട്ടികൾക്ക് എത്ര പേർക്ക് മൂത്രക്കടച്ചിൽ പോലുള്ള അസുഖങ്ങളുണ്ട് എന്നുള്ളത്. സത്യത്തിൽ PM ശ്രീ പദ്ധതി ഇത്രയേറെ ബുദ്ധിമുട്ട് നമ്മളെ സമൂഹം അനുഭവിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതി സത്യത്തിൽ ഒരു നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഉന്നമനത്തിന് ഒരു ഗുണകരമായിട്ടുള്ളൊരു ഒരു സംഭവം ആയിരുന്നില്ലേ? നിങ്ങൾ അത് ഒരു പ്രാവശ്യം ഒപ്പ് വെച്ചതാണല്ലോ, പിന്നീട് അതിൽ നിന്ന് പിന്മാറാനുണ്ടായ കാരണം എന്താണ്? PM ശ്രീ പദ്ധതി മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികൾക്കകത്തും ധാരാളം കാണാച്ചരടുകളുണ്ട്, വർഗീയമായ അജണ്ടകളുണ്ട്. അത്തരം കാര്യങ്ങളോട് വിയോജിക്കുകയും, എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ആകാശത്തുള്ളതല്ല. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന പണം ഇവിടുത്തെ ഞാനും നിങ്ങളും അരിയും പഞ്ചസാരയും മണ്ണെണ്ണയും വാങ്ങുമ്പോൾ കൊടുക്കുന്ന പൈസ എന്നാണ് മുനിസിപ്പാലിറ്റിക്ക് പൈസ ഉണ്ടാവുന്നത്, മുനിസിപ്പാലിറ്റിക്ക് പൈസ ഉണ്ടാവുന്നത്, നിയമസഭയ്ക്ക് പൈസ ഉണ്ടാവുന്നത്, പാർലമെന്റിൽ നിന്ന് പൈസ ഉണ്ടാവുന്നത്. ആ പൈസ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമാണെന്നുള്ള നിലയ്ക്ക് എടുക്കണ്ട. അല്ല, ആ ചർച്ചയിലേക്ക് വരാം. ആയിക്കോട്ടെ, അത് ഉപയോഗിക്കുന്നുണ്ട്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്ത് കേരളത്തിൽ അനാവശ്യമായിട്ടുള്ള ധാരാളം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ശരിയായ നിലപാടെടുത്ത് പോകാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഈ വിഷയത്തിൽ ടേബിളിലേക്ക് അത് കൊണ്ടുവരണ്ട, നിൽക്കട്ടെ. എല്ലാ കാര്യത്തിനും അങ്ങനെ ഞാൻ മറുപടി പറഞ്ഞു പോകുന്നില്ല. ഇവിടെ പോകുന്ന വഴിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നടക്കാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് എൻ്റെ വളരെ അടുത്ത സുഹൃത്താട്ടോ ആലിക്കോയ സാഹിബ്, ഒരുപാട് കാലത്തെ ബന്ധമുണ്ട്. ഈ ആലിക്കോയ സാഹിബ് എന്നും ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിലേക്ക് പോകുന്നതിൽ ചിലപ്പോൾ ഒരു പക്ഷേ പച്ചാട്രി പാലത്ത് കൂടി പോകുന്നുണ്ടാവും. അവിടെ പിന്നെ ശിഹാബ് തങ്ങൾ ആസ്പത്രിയൊക്കെ ഉള്ളതാണ്. എപ്പോഴെങ്കിലും ഒന്ന് നോക്കണം, അവിടെ ഒരു ശിലാഫലകം ഉണ്ടാവും. ആരാണ് ആ പാലം ഉണ്ടാക്കിയത്? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളില്ലാത്ത കാര്യങ്ങളുടെ കണക്ക് വരണ്ട. ഞാൻ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്നത്
2 നിയോജക മണ്ഡലങ്ങളുടെ നടുക്കാണ് തിരൂര്. താനൂര്, തവനൂര്. താനൂര് നടന്ന വികസനങ്ങൾ, തവനൂര് നടന്ന വികസനങ്ങൾ, തിരൂര് നടന്ന വികസനം, ഇത് കമ്പയർ ചെയ്താൽ മാത്രം മതി തിരൂർ MLA പിടിപ്പ് കിടന്നാണെന്ന് മനസ്സിലാവാൻ. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പിന്നെ വളരെ ബഹുമാനമുണ്ട്. ആലിക്കോയ സാഹിബ് പറഞ്ഞ വളരെ സ്വാത്വികനായ ഒരു മനുഷ്യനാണ്. പക്ഷെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഈ പറയുന്ന തിരൂരിന്റെ വികസനം എന്നുള്ളത് ഈ കാലത്തൊരു അജണ്ടയായിരുന്നില്ല. അതാണ് പ്രശ്നം. അതിനെന്താണ് പറയുക? താനൂരിൽ വികസനം, വലിയ തിരൂരിലില്ല. 10 ലക്ഷം അവിടെ കൊടുത്ത് 15 ലക്ഷം കൊടുത്തു നിങ്ങളാരും കൈയടിപ്പിക്കാനല്ല. ഈ മണ്ഡലത്തിലെ അടിസ്ഥാന ഉദാഹരണത്തിന് ഈ സ്റ്റേഡിയം തന്നെ വളരെ വിവാദം നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ആസ്തി വികസന ഫണ്ടിൽ 2 കോടി രൂപ ചെലവഴിച്ചില്ലേ? മറ്റു സ്റ്റേഡിയങ്ങൾക്ക് ചെലവഴിച്ചിട്ടില്ലേ? ഞാൻ അതൊന്നുമില്ല, അതിൻ്റെ ഒരു കണക്കല്ല ഇവിടെ പറയേണ്ടത്. ഈ വികസന കാഴ്ചപ്പാടിൽ ഒരു MLA എന്ന നിലയിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ പുനരധിവാസ ഗ്രാമം അതന്നെയല്ലേ ഒരു MLA മികവെന്ന് പറയുന്നത്. ഒരു MLA ആര് ഭരിച്ചാൽ പോലും അവരിൽ നിന്ന് തൻ്റെ പ്രദേശത്തിന് ആവശ്യമായ വികസനം എത്തിക്കുക എന്നത് വലിയ മികവാണ്. തർക്കങ്ങളുണ്ടാവും അവിടങ്ങളിലൊക്കെ, തൻ്റെ ഒരു സ്വഭാവം പിന്നെ കണ്ട് പ്രവർത്തിച്ച് കാര്യങ്ങൾ എത്തിച്ചു എന്ന കാര്യത്തിൽ എന്ന് മാത്രമല്ല. ഞാനിപ്പോൾ ഗിരീഷ് സമ്മതിച്ചില്ലെങ്കിൽ പോലും പല പരിപാടിക്കും മന്ത്രിമാർ വന്നപ്പോൾ പറഞ്ഞതെന്താ വെച്ചാൽ കുറുക്കോളി ഒരു കാര്യം പറഞ്ഞാൽ തട്ടാൻ കഴിയില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ അതിന് പ്രാപ്തനെന്നാണ്. അപ്പം ഇനി അത് നമ്മൾ ചർച്ച ചെയ്യണ്ട. എനിക്ക് ചോദിക്കാനുള്ളത് NDA പ്രതിനിധിയോടാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാം മാറുന്നു. ഇവിടെ മാറിയിട്ടെന്താ? 2014 NDA ഗവൺമെൻറ് വന്നപ്പോൾ ഗ്യാസ് വില എത്രയായിരുന്നു? അത് മാറി. പെട്രോൾ വില എത്രയായിരുന്നു? അത് മാറി. പിന്നെ കർഷകരെ പറ്റി നിങ്ങൾ പറഞ്ഞു 365 ദിവസമാണ് നിങ്ങൾ രാജ്യ തലസ്ഥാനത്ത് ഈ കർഷകരെ ദ്രോഹിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് നെൽകർഷകർക്ക് ഈ ഓണത്തിന് അവർ കൊയ്തെടുത്ത നെല്ല് അത് അളന്നെടുത്തിട്ട് അതിന് പൈസ കൊടുക്കാതെ അവർക്ക് ബാങ്കിലേക്ക് ലിസ്റ്റ് കൊടുത്ത് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാൻ പറഞ്ഞു. ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണ നെൽകർഷകന് ഈ പ്രാവശ്യത്തെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണം മര്യാദയ്ക്ക് ഉണ്ണാൻ സാധിക്കാത്ത സാഹചര്യം നിലനിന്നിട്ട് നമ്മുടെ ഈ കേരളത്തിൽ കർഷകർ സമരം നടത്തിയ സമയത്തെല്ലാം കൃത്യമായ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള മുഴുവൻ പദ്ധതികളും ഓരോ സമയത്തും 6000 രൂപ വെച്ച് സാധാരണ കർഷകർക്ക് ഒരു വർഷത്തിൽ 6000 2-3 ഗഡുക്കളായിട്ട് നൽകുന്നുണ്ട്. അതുപോലും ഈ കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് പോലും അതുപോലും വാങ്ങിക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട്. ഇന്നും അത് താഴേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട്? അത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്. കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി ആയതുകൊണ്ട് അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണഭോക്താവ് കേന്ദ്രമാകുമെന്നതുകൊണ്ട് ബോധപൂർവം പലതും. എന്തുകൊണ്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? 65 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം കൊടുക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നെല്ല് സംഭരണത്തിൽ ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും ഈ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ കൃത്യമായി കൊടുത്ത പണം, വളരെ കൃത്യമായി അളന്നെടുത്ത തുകയ്ക്ക് അളന്നെടുത്ത നെല്ലിന് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൊടുക്കണമെന്ന് കേരള ഗവൺമെന്റും പ്രസാദും കേന്ദ്ര കർഷക മന്ത്രിയും കൂടി ഒപ്പുവെച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ തിട്ടൂരം എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല? വളരെ കൃത്യമായി കേരളം കൊടുക്കേണ്ടുന്ന തുക കൃത്യമായിട്ട്, കേന്ദ്രം കൊടുക്കേണ്ടുന്ന തുക കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതിൽ ഇവിടെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് കേരളം ഒരു വർഷത്തെ കുടിശ്ശിക ബാലൻസ് ആണ് ഇപ്പോൾ കൊടുക്കാൻ. കേരളത്തില് കൃത്യമായി കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടുന്ന കാർഷിക മേഖലയ്ക്ക് നൽകേണ്ടത്, പ്രത്യേകിച്ച് നെൽകർഷകർക്ക് കൃത്യമായ പഠനം നടത്തി. കഴിഞ്ഞ സമയത്ത് 3 തവണയായിട്ട് കേന്ദ്ര സംഘം ഈ നെല്ലറകളിൽ വന്ന് കൃത്യമായിട്ടുള്ള കണക്കെടുപ്പ് നടത്തി. ആ സമയത്താണ് കേരളം പോലും വ്യക്തമായിട്ട് പറയുന്നത് പ്രസാദുമായിട്ട് ഇത്തരത്തിലൊരു ഈ കേരള ഗവൺമെന്റുമായി ഒപ്പുവെച്ചിട്ടുണ്ടെന്ന്. അതുപോലും ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേരളം കൃത്യമായി നൽകേണ്ടുന്നത്, അതിന് കൃത്യമായ കണക്കുകൾ വന്നു കഴിഞ്ഞാൽ കേന്ദ്രം നൽകുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവും ഇല്ല. ഇവിടെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നേരിടുമ്പോൾ 10 കൊല്ലക്കാലത്തെ 2-3 തവണകളായിട്ടുള്ള നികുതി റെസിപ്റ്റുകൾ എടുത്തു വെച്ചാൽ തന്നെ CPM-ന് വോട്ടിട്ടില്ല. പിന്നെ കറണ്ട് ബില്ല് ചാർജ് കൂടിയത് ഒന്നും വേണ്ട. നമ്മളൊരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുത്താൽ
70% അധികമാണ് വർധന വന്നത്. ഇതൊക്കെ ജനങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നുണ്ട്. പിന്നെ സഖാക്കളെ ഇങ്ങനെ തിരൂർ മാർക്കറ്റിലൊക്കെ വെക്കുമ്പോൾ അവരിങ്ങനെ തള്ളി മറിക്കുന്നൊരു കാര്യമുണ്ട്. താനൂർ ഒരു 10 വർഷം അബ്ദുറഹിമാൻ എന്തൊക്കെയോ മലമറിച്ച ഒരു വർത്തമാനം പറയുന്നുണ്ട്. ഞങ്ങളുടെ കുറുക്കോളി കാർഷിക മേഖലയ്ക്ക് കൊടുത്ത ഇത്ര ലക്ഷം, വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൊടുത്തത്, കായിക മേഖലയ്ക്ക് കൊടുത്തതൊക്കെ ഫ്ലെക്സ് ബോർഡുകളിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. വലിയ വലിയ പടുകൂറ്റം ഫ്ലെക്സുകളാണ് അബ്ദുറഹിമാൻ്റെത് തിരൂരിൻ്റെ തെരുവോരങ്ങളിൽ പണാധിപത്യത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് വെച്ചിട്ടുള്ളത്. ഒന്നിലും ഒരുപാട് ഇലയും പൂക്കളും നിറച്ചു വെക്കുക എന്നല്ലാതെ ഇത്രമാത്രം തള്ളിമറിക്കുന്നതിന് ഞങ്ങളിപ്പോൾ നിങ്ങൾ മത്സരിക്കുന്നത് തിരൂരിലാണല്ലോ. ഞങ്ങൾക്കറിയില്ല 10 വർഷത്തെ വികസനം ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. എങ്കിൽ ആ ഫ്ലെക്സിലെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ വീടുകളിൽ കൊടുത്ത ബുക്ക്ലെറ്റിലെങ്കിലും ഇതിൻ്റെ ലക്ഷങ്ങളുടെ കണക്കൊന്ന് കൊടുക്കാമല്ലോ. അത് കൊടുത്തിട്ടില്ല. ഇന്ന് വി അബ്ദുറഹിമാൻ്റെ സന്നദ്ധ സഹചാരിയായിട്ടുള്ള 1-ാം വാർഡിലെ മെമ്പറുടെ ഒരു വോയിസ് ഞങ്ങളെപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ CJP ആണ്, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാണെന്ന്. അതിന് അർത്ഥവത്തായ രീതിയിൽ അടിവരയിടുന്ന രീതിയിൽ ഇന്ന് തിരൂരിലെ കഴിഞ്ഞ കാലത്തെ 1-ാം വാർഡിൻ്റെ കൗൺസിലർ, ഒരു ടീച്ചർ നൽകിയ ഒരു വോയിസ് ഉണ്ട് കുടുംബശ്രീക്കാർക്ക്. അതിൽ പറയുന്നത് കുട്ടികളെയും മക്കളെയും സ്ത്രീകളെയും ഒക്കെ കൊണ്ടുവരണം, മുസ്ലിം ലീഗിനെ നമുക്ക് നെട്ടിക്കണം. മുസ്ലിം ലീഗിൻ്റെ വിചാരം ഇത് പാകിസ്ഥാനാണെന്നാണ്. ഈ പാകിസ്ഥാനൊക്കെ നമ്മളെപ്പോഴും RSSകാരൻ്റെ നാവിൽ നിന്ന് കേട്ട ഈ അനിത ടീച്ചർ അവിടെ ജയിച്ചതും ഈ പറയുന്ന മന്ത്രി അവിടെ 1-ാം വാർഡിൽ നിന്ന് ജയിച്ചതും ഒക്കെ ഈ പാകിസ്ഥാൻ എന്ന് എഴുതിത്തള്ളുന്ന മുസ്ലിം വോട്ട് കൊണ്ടാണെന്നുള്ളത് ഈ വരുന്ന 9-ാം തീയതി ബാലറ്റിലൂടെ നിങ്ങൾക്ക് തരും. സോഷ്യൽ മീഡിയയിൽ പലജാതി വോയിസുകൾ ഉണ്ടാവും. അതൊന്നുമല്ല, ഒരു തെരഞ്ഞെടുപ്പിൽ വികസന രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ഒരു കാര്യം ഞങ്ങളിവിടെ പലപ്പോഴും ഞാൻ പറയട്ടെ, മലപ്പുറത്തെ ലീഗിന്റെ കോട്ടകൾ പലതും അല്ല. നിങ്ങൾ സുഹൃത്തെ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. നിങ്ങൾ മുണ്ടായിരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോ ഞാൻ ഒന്നും പറഞ്ഞില്ല. അയാളോട് മിണ്ടാണ്ടിരിക്കാൻ പറയും. ഞാൻ പറയട്ടെ, പറയട്ടെ. അതായത് ഇത് ഈ തിരൂരിൽ ഞാൻ പറയട്ടെ പ്ലീസ് നോക്ക, അവരോട് മിണ്ടാണ്ടിരിക്കാൻ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ നിർത്താം. അതായത് ഇവരെ പ്രശ്നം എന്താ അറിയോ? ഈ മലപ്പുറം ജില്ലക്കകത്ത് മുസ്ലിം ലീഗ് തോൽക്കാൻ പോകുന്ന സൂചന വരുന്ന സമയത്തെല്ലാം ഇങ്ങനത്തെ ഹാലിളക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മുമ്പ് ഞങ്ങൾ കണ്ടത് തിരൂരിൽ അബ്ദുള്ളക്കുട്ടി സഖാവ് ജയിച്ച തെരഞ്ഞെടുപ്പിലാണ് ഇങ്ങനെ മുസ്ലിം ലീഗിന് ഹാലിളകിയത്. മഞ്ചേരിയിൽ TK ഹംസ ജയിച്ച തെരഞ്ഞെടുപ്പിലാണ് മുസ്ലിം ലീഗിന് ഇതേപോലെ ഹാലിളകിയത്. ഇവിടെ MK മുനീർ, ET മുഹമ്മദ് ബഷീർ, മുസ്ലിം ലീഗിന്റെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ മുഴുവൻ തോൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ ലീഗ് ഹാലിളകി വന്നിട്ടുണ്ട്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, പ്ലീസ്. നമ്മളെ കച്ചറകൂടൽ നിങ്ങൾ ഇതൊരു ചർച്ചയല്ലേ? ഇത് ചർച്ചയിൽ ഇങ്ങനെ വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യമുള്ളത്? കാര്യങ്ങൾ പറഞ്ഞു പോവല്ലേ ഇയല്ലേ? പ്ലീസ് ഒന്ന് സമാധാനമായിട്ടിരിക്കേ. എന്താണ് നിങ്ങൾ ഇവിടെ ഇരിക്കും. നിങ്ങൾ അവർ ഒന്നും ഉണ്ടാവില്ല. നമ്മളെ നല്ല രീതിയിൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഞാൻ നിങ്ങളോട് നമുക്ക് തർക്കം ഇനി കാര്യങ്ങളൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. 9-ാം തീയതി ജനങ്ങൾ തീരുമാനിക്കും ആരെയാണ് ഇവിടുന്ന് MLA തെരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നിയന്ത്രിക്കും. ഇതിലുണ്ടായ സംഭവം എന്താ വെച്ചാൽ അവിടെ പോയി ഇരുന്ന് മറ്റവന് സംരക്ഷണം കൊടുക്കും, മറ്റവർക്ക് തോന്നും. അതൊക്കെ എല്ലാവരും ഇരുന്നോർത്തിരുന്ന് പറഞ്ഞാൽ മതി. പിന്നെ അത് കാര്യമുണ്ടോ? അപ്പൊ ഏതായാലും നമ്മളെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു.
ഇരിക്കൂ. നോക്കേ എന്തായാലും നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിങ്ങനെ പതുക്കെ അല്ല മറുപടി ഇനിയിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഇനി ഒരു സുഖമായിട്ടുള്ള കാര്യങ്ങളല്ല, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഇനി അടുത്തതിന് നോക്കാം. സ്റ്റോപ്പ് നിർത്തുക. അല്ല എല്ലാവരും ഒന്ന് ഇത് തെരഞ്ഞെടുപ്പൊക്കെ കണ്ട് കഴിയും. പ്ലീസ് എല്ലാവരും ഇരിക്കും. പക്ഷെ എല്ലാവരും ഇരുന്നോടത്ത് ഇരിക്കുമ്പോൾ എന്താ പറയുക, ഇരുന്നോടത്ത് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിച്ചത്. പറഞ്ഞൊന്നും ആർക്കും പ്രശ്നമില്ല, പോട്ടെ, ആൾക്ക് സാരമില്ല. ഏതായാലും ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത് അവസാനിക്കും. ആരാണെങ്കിലും തിരൂരിന്റെ ഒരു പൊതുവായ കൾച്ചർ, ഞാനാണെങ്കിലും ആലിക്കോയ സാഹിബ് ആണെങ്കിലും ഒക്കെ തർക്കവും വിവാദമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോകരുത്. ഒരു സംവാദാത്മകമായിട്ട് കാര്യങ്ങളെ കാണണം. അതെല്ലാവരും, അതാണ് തിരൂരിന്റെ പൊതുവായ കൾച്ചർ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അനാവശ്യമായ രാഷ്ട്രീയ സംഘർഷങ്ങളോ തർക്കങ്ങളോ ഒന്നുമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും ജനാധിപത്യപരമായ ചർച്ചയിൽ ഉൾക്കൊള്ളുന്ന, വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു നാടാണ്. ആ ഒരു പാരമ്പര്യം നമ്മൾ കാണിക്കണം. ഏതായാലും നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരു സമാധാനപരമായിട്ടാണ് ഈ പറഞ്ഞ മാതിരി ചർച്ച ചെയ്ത് പോകേണ്ടിയിരുന്നത്. ഏതായാലും നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ്. ഇനി 9-ാം തീയതിയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് വരുന്നത്. ഇവിടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ഇനി ആരെയാണ്. ചർച്ചകളൊക്കെ ജനം നടത്തട്ടെ. ഇത് നമുക്ക് മറ്റൊരു നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചയുമായി വീണ്ടും കാണാം. ബൈ.